നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഉറപ്പായും ഈ കല്യാണം നടക്കും. അത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത് ദൈവമായാലും ആയിരപ്പറയിലെ നീച ജന്മങ്ങളായാലും. ഗുഡ് മോർണിംഗ് സർ. സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ ഫ്ലെക്സ് അടിച്ചിട്ടില്ല. ഞാൻ ആരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ആരുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആണോ? അതെ സർ, ഞാൻ പറഞ്ഞത് സത്യമാ. ഇത് മറ്റാരോ ചെയ്തതാ. ആകാശ്, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ സർ? ഇത്രയും വിദ്യാഭ്യാസമുള്ള ആകാശിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു PWD ചീഫ് എഞ്ചിനീയറെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത്. മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ തീർന്നു. ഞാൻ പറഞ്ഞത് സാർ കേട്ടില്ലേ? എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകാശ് അല്ലാതെ പിന്നെ ആര് ചെയ്തെന്നാ? അതെനിക്ക് അറിയില്ല സർ. വ്യക്തമായ തെളിവോടെയാണ് ആകാശിനെ അറസ്റ്റ് ചെയ്തത്. സർ, ആ ഫോട്ടോസ് എല്ലാം AI ക്രിയേറ്റ് ചെയ്ത് പോസ്റ്ററും ഫ്ലെക്സും പ്രിന്റ് ചെയ്യാൻ പ്രസ്സിലേക്ക് അയച്ചത് ആകാശിന്റെ പേഴ്സണൽ മെയിൽ ID എന്നാണ്. ഇതിലും വലിയൊരു തെളിവ് വേറെ എന്താ വേണ്ടേ? എന്റെ മെയിലിൽ നിന്ന് അയച്ചു എന്ന് വെച്ച് അത് ഞാനാണെന്നുണ്ടോ? ആകാശല്ലാതെ വേറെ ആരയക്കാനാ? മോട്ടീവ് എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. സർ, ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് വലിയ ഒഫൻസ് ആണ് ആകാശ്. അതും ഹൈ പ്രൊഫൈലുള്ള സ്ത്രീയെ. ആകാശിന്റെ പേരിലുള്ള കേസ് സ്ട്രോങ് ആണ്. ആകാശ് ഇവിടെ നിന്ന് വാദിക്കാൻ നോക്കണ്ട. പറയാനുള്ളത് കോടതി പറയാം. സാർ. അജയ സാർ, കോടതിയിൽ പ്രദീപിന്റെ ഹിയറിംഗ് ഉണ്ട് 11 മണിക്ക്. താൻ പോയാ മതി. ശരി സാർ. ചേച്ചി പറയാ. എന്ത് പറയാനാ ചാരു? ഒന്ന് കഴിയുമ്പോ മറ്റൊന്നായിട്ട് നിനക്ക് പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നാട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആകാശിന്റെ കാര്യം. അവൻ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്തത്? ഇല്ല അമൃതേച്ചി, എല്ലാരും പറയുന്ന പോലെ എന്റെ അക്കുച്ചേട്ടനത് ചെയ്തിട്ടില്ല. പിന്നെങ്ങനെയാ ഫോട്ടോസ് പുറത്തു വന്നു? ശ്രേയ ഒരിക്കലും അവർക്ക് മാനക്കേടുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ലല്ലോ. നീ പറയുന്നത് പോലെ ആകാശല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഇത് ചെയ്തത്? ആകാശിന്റെ ശ്രേയയുടെ ഫോട്ടോ മൂന്നാമതൊരാൾക്ക് എങ്ങനെ കിട്ടി? ചാരു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അമൃതേച്ചിയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് പറയാനാ? നിനക്കാരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ഒഴികെ എന്റെ അക്കുച്ചേട്ടനല്ല ഇത് ചെയ്തത്. അത് നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ചാരു? എനിക്ക് അക്കുച്ചേട്ടനോടുള്ള വിശ്വാസം. അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോ എന്റെ കണ്ണിൽ നോക്കി അക്കുച്ചേട്ടൻ ചോദിച്ചതാ, ഞാനിങ്ങനെ ചെയ്യുന്ന നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ കണ്ണിൽ നോക്കി ചോദിക്കാനുള്ള ധൈര്യം അക്കുച്ചേട്ടൻ ഉണ്ടാവുമായിരുന്നില്ല. ആ കണ്ണിലും വാക്കിലും ഞാൻ കള്ളം കണ്ടില്ല. പറയുന്നതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ബാലമാഷിന്റെ മകന് നീചമായൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. ഇത് ചതി അമൃതേച്ചി. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം ചാരു. ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും ചേച്ചി.
ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല.